ഹായ് ഫ്രണ്ട്സ്, ഹണിബി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ഒരു ഫേസ് എഡിറ്റ് ചെയ്യാമെന്നാണ്. അതായത് നമ്മുടെ ഫേസ് ഒരു ബീർഡും മീശയും ഒക്കെ വരുത്തിയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വേണം. നമ്മൾ അതിനെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് ഫേസ് ആപ്പ് എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഫേസ് ആപ്പ് അല്ല, ഫേസ് ആപ്പ്. കാരണം നമുക്ക് ഓൾറെഡി അവിടെ താഴെ വരുന്നതായിരിക്കും ഫേസ് ആപ്പ് എന്ന്. നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾഡാണ്, ഞാൻ അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗാലറിയുടെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. കണ്ടോ, ഗാലറിയുടെ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അത് ലോഡായി വരുമ്പം ഇതുപോലെ ആയിരിക്കും. ഇപ്പം ഞാൻ ഈ ഫോട്ടോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ആണ്. നമുക്കത് വേണമെങ്കിൽ അത് ഓരോരോ ഫിൽറ്റേഴ്സ് എടുക്കാം. അതിൽ കുരുക്കളുള്ള മുഖമാക്കാം. എല്ലാത്തിലും ഒരെണ്ണം വെച്ചേ ഫ്രീ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ ഫേസിൻ്റെ സൈസസ് എടുക്കാം. നമ്മളിപ്പോൾ സൈസസ് എടുക്കുകയാണെങ്കിൽ ബിഗ് നോസ് എടുക്കാം. അതിൽ ലോഡായി വരുമ്പോൾ കണ്ടോ എൻ്റെ ഒരു ബിഗ് നോസായ. അല്ലെങ്കിൽ നമുക്ക് ബിഗ് ഫേസ് എടുക്കാം. കണ്ടോ, ബിഗ് ഫേസ് ആയത്. ഇനി നമുക്ക് അതിൽ അപ്ലൈ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്മൈൽസ് ഉണ്ട്. ചിരിക്കാത്ത ഒരാളെ ചിരിപ്പിക്കാനുള്ള ഒരു വിദ്യയാണിത്. നമുക്ക് ആ ക്ലാസിക് സ്മൈൽ കൊടുത്താൽ എല്ലാവരും ചിരിച്ചോളും. അതുകൊണ്ടോ ഇപ്പം നല്ലൊരു ചിരിയുടെ മുഖമായില്ല. നമ്മൾ ഫീച്ചേഴ്സൊക്കെ നോക്കിയാൽ ഒരു ഡിമ്പിൾസ് ആയിട്ടൊരു ഇങ്ങനെ ചുണ്ട് ചവളിയിരിക്കുന്ന പോലെ ഇതേപോലെ കണ്ടോ, ആ ഒരു ചുണ്ടിൻ്റെ അവിടെ ഫീച്ചേഴ്സ്. പിന്നെ ഹെയർ സ്റ്റൈൽസ് ഉണ്ട്. ഇവിടെ കണ്ടോ ഹെയർ സ്റ്റൈൽസ്. ഹെയർ കട്ട് കൊടുത്താൽ നമ്മുടെ ഹെയർ ഇച്ചിരി കുറയും. കണ്ടോ കുറഞ്ഞ്. ഇനി ലോങ് ട്യൂബ് കൊടുത്താൽ പെണ്ണിൻ്റെ മുടി പോലെ ആയിപ്പോവും കേട്ടോ. അത് ഇച്ചിരി പ്രശ്നമാകൊണ്ട് നമ്മൾ ഹെയർ കട്ട് കൊടുക്കുന്നുള്ളൂ. മറ്റേ ലോങ് എടുത്താൽ ശരിക്കും പെണ്ണിനെ പോലെ ആവും. പക്ഷെ ബാക്കിയുള്ളതെല്ലാം പ്രോയാണ്. പിന്നെ നമുക്ക് ബീർഡ്സ് ഉണ്ട്. ഇതുണ്ടോ, ഫുൾ ബീർഡാക്കിയാൽ നമുക്ക് ബീർഡ് വരും. ബാക്കിയുള്ളതെല്ലാം പ്രോയാണ്. ഇതുണ്ടോ, നല്ല ബീർഡ് വന്നില്ല. പിന്നെ നമുക്ക് ഏജ് മാറ്റാം. കുറേ ഏജ് ഉണ്ട്. ഇതെല്ലാം ഫ്രീ ആണ്. യങ് 3, യങ് 2, ടീനേജ് ഉണ്ട്, ചൈൽഡ് ഏജ് ഉണ്ട്, ബേബി ഫേസ് ഉണ്ട്, കൂൾ ഓൾഡ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ടീനേജാണ് എടുക്കുന്നത്. ഇതിപ്പോൾ പ്രോസസ്സായി വരുമ്പം ഇത് കണ്ടോ, ഒരു ടീനേജിൻ്റെ ഒരു മുഖം പോലെ ആയിട്ടില്ലേ. ഇനി അത് അപ്ലൈ കൊടുക്കുക. പിന്നുണ്ട് എന്നായിരുന്നു ഹെയർ കളറ്. കണ്ടോ, ഹെയറിൻ്റെ കളർ മാറ്റാൻ പറ്റും. ആ ഹെയർ കളർ മാറ്റുന്ന കൂടെ നമ്മുടെ ബീർഡിൻ്റെ കളറും കൂടെ മാറി കിട്ടുന്നതാണ്. ഇത് പ്രോസസ്സാവാൻ ഇച്ചിരി സമയം എടുക്കും. നമ്മുടെ ബീർഡ് ആയിക്കണ്ടോ, കണ്ടോ ബീർഡും ആ ഒരു ഹെയറും കൂടെ കളർ മാറി കിട്ടിയ. നമുക്ക് ഫുൾ ബ്ലാക്ക് ആകണമെങ്കിൽ അതും ചെയ്യാം. എന്നിട്ട് അപ്ലൈ കൊടുക്കാം. നമുക്ക് മേക്കപ്പ് ഉണ്ട്. മേക്കപ്പ് പക്ഷേ അത് ഗേൾസിനുള്ളതാണ്. കണ്ടോ, വുമൻസിനും ഗേൾസിനുള്ള മേക്കപ്പ്. വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് എടുക്കാം. ഗ്ലാസ് എടുക്കണമെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ആദ്യത്തെ ഒന്ന് മാത്രം ഇതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാം. കണ്ടോ, ഫിൽറ്ററൊക്കെ കൊടുക്കാം. ഏത് ഫിൽറ്റർ വേണമെങ്കിലും കൊടുക്കാം. നല്ല തെളിഞ്ഞ് നിൽക്കുന്ന ഫിൽറ്ററാണ്. ഞാനിപ്പോൾ ഇവിടെ ഫിൽറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ, അങ്ങനെ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് എഡിറ്റ് വേണമെങ്കിലും ചെയ്യാൻ. കണ്ടോ, വിഗ്നേറ്റ് ഉണ്ട്, ബ്ലറുണ്ട്. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ആക്കാം. ഇത് കണ്ടോ, വേണമെങ്കിൽ അവിടെയുള്ള എടുക്കാം. അല്ലെങ്കിൽ ഈ സെർച്ച് ബാറിൽ പോയി നമുക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യും. ഞാനിപ്പോൾ ബീച്ചെന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുവാണ്. ബീച്ചെന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ വരും. ബീച്ച് പിടിച്ചിട്ട് നമ്മുടെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ബീച്ച് അവിടെ വരും. അതിൽ ഇഷ്ടമുള്ള ഒരെണ്ണം എടുക്കാം. ഒത്തിരി ബീച്ചുകൾ വരും അതിൻ്റെ അകത്ത്. ഞാനിപ്പോൾ ഈ ഒരു ബീച്ച് എടുക്കുവാണ്. യൂസ് ആക്കിയാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആയി കിട്ടും. നമ്മുടെ ആ ഒരു ലൈറ്റിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുന്നില്ലെങ്കിൽ താഴെ കാണുന്ന ഒരു ഇത് കണ്ടോ, ഒരു പ്ലേയുടെ അതേ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ മതി. ഇപ്പോൾ ബീച്ചിൽ മൊത്തം ലൈറ്റല്ലേ, ആ ലൈറ്റ് കളർ നമ്മൾ ഏറ്റവും ഹൈയിലേക്ക് ആക്കി വെക്കുക ലൈറ്റ്. എന്നിട്ട് കണ്ടോ, ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. എന്നിട്ട് നമ്മൾ അപ്ലൈ കൊടുക്കുക. ഇതുണ്ടോ, ബ്ലർ എടുക്കാം. കണ്ടോ, സാധാരണ ഡിസ്ക് ബ്ലർ എടുത്താൽ നമുക്ക് എത്ര ആണെങ്കിലും ബ്ലറാക്കാം ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുന്നില്ല, ഒരു സുഖമില്ല അതിന്. എന്നിട്ട് വേണമെങ്കിൽ ഓവർലേ കൊടുക്കാം. ഇത് കണ്ടോ, ബ്ലൂ റേസ് ഉണ്ട്, സൺറൈസ് ഉണ്ട്. നിങ്ങൾക്ക് സണ്ണ് ഈ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന പോലെ കൊടുക്കാം. തന്നെ കടലിലടിക്കും. സൂര്യൻ അസ്തമിക്കുന്ന പോലെ കൊടുക്കാം. മുകളിൽ കൊടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. എല്ലാവരും ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന രീതിയിലാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഞാൻ കറക്റ്റ്
ഒരു സ്ഥലം അങ്ങ് വെച്ചിരിക്കുകയാണ്. കറക്റ്റ് അതൊന്നും അല്ല, ഒരു സ്ഥലത്ത് അങ്ങ് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതാകുക അതുണ്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തും കൊണ്ട് റീഷേപ്പ് ചെയ്യാം. പക്ഷേ റീഷേപ്പ് എല്ലാം പെയ്ഡാണ്. എന്നിട്ട് ഫിൽറ്റേഴ്സ് കൊടുക്കുക, എല്ലാം ചെയ്യാം. പിന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലത്തെ ആ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ആ എഡിറ്ററിൻ്റെ അപ്പുറത്തുള്ള സേവ് ബട്ടൺ ഇതുണ്ടോ. നിങ്ങൾക്ക് മാറ്റം മനസ്സിലാകുന്നില്ല, താഴത്തെ എഴുതി പിടിച്ചേക്കുന്നത് കണ്ടോ മാറ്റം കണ്ടോ. ആദ്യം അങ്ങനെ ഇരുന്ന് പോട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്യാൻ നമുക്ക് അന്നേരം തന്നെ സേവ് ആയി കിട്ടുന്നതായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ആനിമേഷൻ എടുക്കാം. ഇങ്ങനെ നമ്മുടെ ആ ഒരു ഫോട്ടോയിൽ നിന്ന് മാറുന്ന ആ ഒരു ആനിമേഷൻ എടുക്കാം. അതിൽ കുറേ എണ്ണം ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, വട്ടത്തിൽ മാറുന്നുണ്ട്, പിന്നെ ആ ഒരു ഫെയ്ഡായിട്ട് മാറുന്നുണ്ട്, പിന്നെ ഒരു പകുതി വെച്ച് നിർത്തിയിട്ട് ഒരൊറ്റ ക്ലിക്കിൽ മാറുന്നുണ്ട്. ഞാനിപ്പോൾ എടുക്കുന്ന മറ്റേ പകുതി വെച്ച് നിർത്തിയിട്ടൊറ്റ, എനിക്കതാണ് ഫേവറേറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. ആണോ, നേരെ പ്രോസസ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആകും. പ്രോസസ്സ് ആവാൻ ഇത്തിരി സമയം എടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ എടുക്കാം കേട്ടോ. ഇനി സേവ്ഡ് സക്സസ്ഫുള്ളി. ഇനി നിങ്ങൾക്ക് കോളേജായിട്ട് എടുക്കാം. ഇത് കണ്ടോ, കോളേജ് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ളതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇഷ്ടമുള്ള ക്രോപ്പിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ സേവ് കൊടുക്കുക. കണ്ടോ, സേവ് കൊടുത്തിട്ട് നമ്മൾ നേരെ ഗാലറിയിലേക്ക് പോവാം. ഗാലറിയിലേക്ക് പോവാം. അന്നേരം നമ്മൾ സേവ് ആക്കിയ ആ ഒരു ഫോട്ടോ കോളേജും ആ ഒരു ആനിമേഷനും അവിടെ കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.